ജനനായകന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ചിത്രമെന്ന ചർച്ചകൾ രൂപപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഭഗവന്ത് കേസരിയുടെ സംവിധായകൻ അനിൽ രവിപുടി. വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണ് ജനുവരി 9 പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചത്. ഇതിന് പിന്നാലെ സിനിമയുടെ സെൻസർ അനുമതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് നിർമ്മാതാക്കൾ. ഇതിനിടെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ നന്ദമൂരി ബാലകൃഷ്ണ നായകനായെത്തിയ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ജനനായകനെന്ന ചർച്ചകൾ രൂപപ്പെട്ടു. ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഭഗവന്ത് കേസരിയുടെ സംവിധായകനായ അനിൽ രവിപുടി. ജനനായകൻ പൂർണ്ണമായും ഭഗവന്ത് കേസരിയുടെ റീമേക്ക് അല്ലെന്നും കുറച്ചു ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂവെന്നും അനിൽ രവിപുടി പറയുന്നു. ആദ്യത്തെ 20 മിനിറ്റ് ഇന്റർവെൽ ബ്ലോക്ക്, സെക്കൻഡ് ഹാഫിലെ ചില രംഗങ്ങൾ ഇതൊക്കെയാണ് ജനനായകനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വില്ലന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും അവർ മാറ്റിയിട്ടുണ്ടെന്നും റോബോട്ട് പോലെയുള്ള സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് കൊണ്ടുവരാനും വിനോദ് ശ്രമിച്ചിട്ടുണ്ടെന്നും അനിൽ പറഞ്ഞു. അതേസമയം ജനനായകനെ തേടിയെത്തിയ വമ്പൻ ഓഫറും ചർച്ചയാവുകയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഐമാക്സിന്റെ സമീപിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. ജനനായകൻ ഐമാക്സ് ഫോർമാറ്റിൽ പ്രദർശനത്തിനെത്തിക്കാനാണ് ഐമാക്സിന്റെ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രം ആദ്യം ഐമാക്സിൽ പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അവതാർ ഫയർ ആൻഡ് ആഷിന്റെ റിലീസ് കാരണം സ്ക്രീനുകൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ റിലീസ് മാറ്റിയതോടെ ഐമാക്സിന്റെ അധികൃതർ ജനനായകനെ സമീപിച്ചെന്നാണ് വിവരം. ഐമാക്സിൽ റിലീസാകുന്ന വിജയുടെ ആദ്യ സിനിമയാവില്ല ഇത്. നേരത്തെ ലോകേഷ് കനകരാജ് ചിത്രം ലിയോ, വെങ്കടപ്രഭു ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നിവയും ഐമാക്സിൽ റിലീസ് ചെയ്തിരുന്നു. ഇതിൽ ലിയോ തമിഴിലെ ആദ്യത്തെ ഐമാക്സ് ചിത്രമായിരുന്നു. ലിയോ വമ്പൻ വിജയം നേടുകയും ചെയ്തിരുന്നു. വിനോദ് സംവിധാനം ചെയ്ത ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമതർക്കത്തെ തുടർന്നാണ് റിലീസ് അനിശ്ചിതത്വത്തിലായത്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 27 മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നും സായുധസേനയെ മോശമായി ചിത്രീകരിച്ചുവെന്നുമുള്ള പരാതികളെ തുടർന്ന് ചിത്രം പുനഃപരിശോധനയ്ക്കായി റിവൈസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്നാണ് സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയ വിശദീകരണം. അതേസമയം സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡ് തീരുമാനത്തെ ഹൈക്കോടതി വിമർശിച്ചു. ഇത്തരം പരാതികൾ ചട്ടവിരുദ്ധമാണെന്നും ഇതൊന്നും എന്റർടൈൻ ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കി. സെൻസർ ബോർഡ് ചെയർമാനാണ് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. എന്നാൽ സെൻസർ ബോർഡ് ചെയർമാന് അതിന് അധികാരമില്ലെന്നും ഇല്ലാത്ത അധികാരമാണ് ചെയർമാൻ ഉപയോഗിച്ചതെന്ന വിമർശനവും ഹൈക്കോടതി ഉന്നയിച്ചു. അതേസമയം പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. തുടർന്ന് റിലീസ് മാറ്റിവെച്ചതോടെ ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്തു. ഇതിലൂടെ ചിത്രത്തിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലെ ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.